ചേട്ടാ, സാമൂഹ്യക്ഷേമ പെൻഷൻ 2000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. തൊഴിലുറപ്പ് വേതനം ഏതാണ്ട് 346 നിന്ന് 369 എത്തി. ഇപ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ അത്യാവശ്യം ഭരണകക്ഷിക്ക് കിട്ടാവുന്ന ഒരു ഗ്രിപ്പാണത്. അതിൻ്റെ പേരിൽ കുറച്ച് വോട്ട് കിട്ടേണ്ടതാണ്. ഒരു കിറ്റും കൂടി ഇറക്കിയ സംഭവം ഉഷാറായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശബരിമല വീണ്ടും കത്തുന്നത്. അതെ, ശബരിമല സ്വർണം അടിച്ചു മാറ്റിയത് മറ്റേ യുവതീ പ്രവേശന സംഭവത്തിനേക്കാൾ വലിയ ബൂമറാങ്ങായി വരും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ടൊക്കെ തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ആരുടെയെങ്കിലുമൊക്കെ തലയിൽ വെച്ച് കെട്ടിയത് ഒഴിയാം എന്നുള്ളൊരു പ്രതീക്ഷ തൽക്കാലം വേണ്ട. ഇത് എല്ലാവരും ഇതിൽ ആരോപണ വിധേയരായി നിൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. മന്ത്രി തൊട്ട് ദേവസ്വം ബോർഡ് അംഗങ്ങൾ വരെ. ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM ഇത് വലിയ കോടാലിയാവില്ലേ? തീർച്ചയായിട്ടും. തദ്ദേശ ഇലക്ഷന് മുമ്പ് ഇങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ അത് സർക്കാരിനൊരു വെള്ളിടി തന്നെ ആയിട്ടുണ്ട്. കാര്യം ഇത് അവരൊരു പ്രതിരോധത്തിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. കാര്യം ഒരു സമയബന്ധിതമായ സമയത്തിനകത്ത് തന്നെ 6 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് കൊടുക്കണമെന്ന് ഒരു തീരുമാനത്തിലേക്ക് ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അന്വേഷണം പൂർത്തിയാക്കണമെന്ന്. അങ്ങനെ വരുമ്പോൾ 2019 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഇത് അവരറിഞ്ഞും കൂടെ അല്ലേ ഇത് ചെയ്തിരിക്കുന്നത് എന്ന രീതിയിൽ വരുമ്പോൾ സർക്കാർ ശരിക്കും പ്രതിരോധത്തിൽ തന്നെയാണ് പോകുന്നത്. കാര്യം ഇപ്പോൾ മന്ത്രി വാസവനിൽ നേരത്തെ മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഉത്തരം പറയണം, മന്ത്രി വാസവൻ ഉത്തരം പറയണം. മന്ത്രി വാസവൻ മാത്രമല്ല, ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും സർക്കാരും ഉത്തരം പേരുണ്ട്. രാധാകൃഷ്ണനുണ്ട്. അദ്ദേഹവും മന്ത്രിയായിരുന്നാണല്ലോ, ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നാണല്ലോ. അതെ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ CPM തന്നെ സാധാരണ ഇങ്ങനെയൊക്കെ ഒരു അലിഗേഷൻ വരുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മറ്റു രാഷ്ട്രീയ പാർട്ടിയാണ് ആരെന്ന് പറഞ്ഞ് കൈ കഴുകി രക്ഷപ്പെടാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇവർക്ക് കൈ കഴുകി രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിലൊരു പൂട്ടാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് നമ്മൾ നോക്കുമ്പോൾ CPMൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ CPM ഈ അന്വേഷണം ഒക്കെ തന്നെ അവർ പ്രഖ്യാപിക്കും, ഇതെല്ലാം ചെയ്യും. പക്ഷേ ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന പൊളിറ്റീഷ്യൻ ഭരിക്കുന്ന പാർട്ടി, പ്രധാനപ്പെട്ട പാർട്ടിയായ CPMന് ഇഷ്ടമല്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ അയാളെ അവർ ബലിയാടാക്കും. കാരണം നമുക്ക് നിരവധി കാര്യങ്ങൾ ഈ ഭരണത്തിൽ തന്നെ നമ്മുടെ കൺമുന്നിലുണ്ട്. അതായത് ഈ കണ്ണൂർ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CPMനകത്ത് അവരുടെ പാർട്ടി സെക്രട്ടറി വരെ പ്രതിക്കൂട്ടി വരത്തക്ക രീതിയിലുള്ള മാഫിയയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. PP ദിവ്യ ഉൾപ്പെടെയുള്ള സംസ്ഥാന കമ്മിറ്റിയിലെ നിരവധി പേര്. അത് കണ്ണൂർ ഘടകമാണ്. അപ്പോൾ കണ്ണൂർ ഘടകത്തിനകത്തുള്ള ഒരു പാർട്ടിക്ക് വേണ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അവർ ഏതറ്റം വരെ അന്വേഷണം വരെ അവർ വേറെ രീതിയിൽ വഴിതിരിച്ച് വിടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ തെക്കൻ ജില്ലയിലെ ഒരു പാർട്ടി അംഗമാണ്. പത്തനംതിട്ടയിലെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ് പത്മകുമാർ കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിയുമായി അകന്ന് നിൽക്കുന്നവർ, പാർട്ടിയുമായി പല കാര്യങ്ങളും അദ്ദേഹം സ്വയം പ്രഖ്യാപിത അകൽച്ച എന്ന് പറഞ്ഞാൽ അകൽച്ച എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെ പാർട്ടി കോർണർ ചെയ്ത് തന്നെ. കാര്യം എന്ന് വെച്ചാൽ ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് അങ്ങനെയൊക്കെയുള്ള ചില കുഴപ്പങ്ങളുണ്ട്. കാര്യം ചിലരെയൊക്കെ അവർക്ക് പെട്ടെന്ന് കയറി ഇഷ്ടം വരും, ചിലർക്കൊക്കെ അവർ ഭയങ്കര പ്രൊമോഷൻ കൊടുക്കും പാർട്ടിക്കകത്ത്. അങ്ങനെ ഒരു പ്രൊമോഷൻ അദ്ദേഹത്തെക്കാളും താരതമ്യേന വളരെ വളരെ ജൂനിയറായ വീണ ജോർജിന് കൊടുത്തതിലാണ്. അല്ല, വീണ ജോർജിന് പ്രൊമോഷൻ അങ്ങനെ കിട്ടാൻ കൃത്യമായ കാരണമുണ്ട്. അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്നതിലുപരി അവരുടെ കുടുംബ പശ്ചാത്തലമാണ് പരിഗണിക്കപ്പെട്ടത്. വോട്ടുമുണ്ട്, സമുദായ പരിഗണന കൊടുത്തു. അതെ, അതായത് പത്തനംതിട്ട എന്ന് പറയുന്നത് ഈ വീണ ജോർജിന്റെ ഓർത്തഡോക്സ് സഭയ്ക്ക് കൃത്യമായ വോട്ട് ബാങ്കുള്ള അതുകൊണ്ടാണ് അവർ നിരന്തരമായി ജയിക്കുന്നത്. അല്ലാണ്ട് വീണ ജോർജ് അത്ര കഴിവുറ്റ ഒരു നക്ഷത്രത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അവിടെ ഒരു ഞങ്ങളുടെ സഭയുടെ ആള് എന്ന തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട വീണ ജോർജിന് ഒരു പദവികൾ കൊടുക്കുമ്പോൾ ആ സമുദായത്തെ കൂടെ നിർത്താമെന്നുള്ളൊരു ചിന്തയിലാണ്. പക്ഷെ അത് ഇദ്ദേഹത്തിന് ദഹിച്ചില്ല. ഇദ്ദേഹം ഒരു എന്താ പറയുക, ആറന്മുള ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണെങ്കിൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കടുത്തൊരു വിശ്വാസിയാണ്, അമ്പലവാസിയാണ്. അങ്ങനെയുള്ള പരിഗണനയൊക്കെ ഉള്ളത് കൊണ്ടാണ് പിന്നെ ഈ നായർ സമുദായത്തെ വലിയ രീതിയിൽ ആകർഷിക്കാൻ ശേഷിയുള്ള ആളാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇദ്ദേഹം അവിടെ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയത്. അതേപോലെ അതിനുശേഷം ഈ സംസ്ഥാന സമിതിയിലോട്ടൊക്കെ വരുമെന്നൊക്കെ കരുതി. അദ്ദേഹം സീനിയോറിറ്റി അനുസരിച്ച് അദ്ദേഹം വളരെ ആഗ്രഹിച്ചിരുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ അദ്ദേഹം വരുമെന്നുള്ള, പത്തനംതിട്ട എന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗമായി അദ്ദേഹം വരുമെന്ന്. പക്ഷേ അദ്ദേഹത്തിനെ ഉൾപ്പെടുത്തിയില്ല. അതൊക്കെ അദ്ദേഹം പ്രത്യക്ഷത്തിൽ വളരെ ഇതായിട്ട്. കാര്യം ഈ CPM എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് അച്ചടക്കം വളരെ വലിയൊരു ഘടകമാണല്ലോ. ഓപ്പണായിട്ടൊക്കെ മാധ്യമങ്ങളുടെ മുമ്പിലെല്ലാം വിളിച്ചു പറയുക. അപ്പോൾ അങ്ങനെയൊക്കെ അദ്ദേഹം വിളിച്ചു പറഞ്ഞ് അദ്ദേഹം പിന്നീട് അദ്ദേഹം തന്നെ വിഴുങ്ങി. അതെ, കണ്ണിലെ കരടായി തീർന്ന ഒരു അവസ്ഥയിലാണ് ഈ അന്വേഷണമൊക്കെ വരുമ്പോൾ പാർട്ടിക്ക് നിന്ന് തനിക്ക് ഒരു തരത്തിലുള്ള സപ്പോർട്ടും കിട്ടുന്നില്ല എന്നുള്ള കാര്യം പത്മകുമാറിന് ബോധ്യമായി. പിന്നെ മറ്റൊന്ന്, ഈ ശങ്കരദാസ് എന്ന് പറയുന്ന മറ്റൊരംഗം, ദേവസ്വം ബോർഡിലെ മറ്റൊരംഗം എന്ന് പറയുന്നത് പഴയ RSPക്കാരൻ, ഇപ്പോൾ അദ്ദേഹം CPI കാരനാണ്. അപ്പോൾ ഈ KP ശങ്കരദാസും പിന്നെ ഒരു അജിത് കുമാറോ അങ്ങനെ ഏതോ പേര് പറഞ്ഞിട്ട് ഒരാളും കൂടെ ഉണ്ട്, മറ്റൊരു പേരുകാരനും കൂടെ ഉണ്ട്. അദ്ദേഹം CPI കാരനാണ്. CPI നൽകുന്ന ഒരു സപ്പോർട്ട് പോലും സ്വന്തം പാർട്ടിയായ CPM ഈ പറയുന്ന പത്മകുമാറിന് നൽകുന്നില്ല. പത്മകുമാർ വെട്ടാൻ നിർത്തിയിരുന്ന പോത്തായിരുന്നു.
അതെ, അതിനി അതങ്ങ് കഴിഞ്ഞു പോകും. ആ ഒരു ചിന്തഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പറയുന്നത് വെച്ചാൽ ഈ പറയുന്ന ഇത്ര സമയത്തിനകത്ത് അന്വേഷണം പൂർത്തിയാക്കണം എന്ന് പറയുമ്പോൾ സർക്കാർ ഇത് പൂർത്തിയാക്കും. പക്ഷേ അത് ഒരു ബലിയാടാക്കാൻ ആരെങ്കിലുമൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞ് അത് തീരുമാനിച്ച് തൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് നിയമസഭയിൽ പറഞ്ഞ പിണറായിക്ക് തദ്ദേശ ഇലക്ഷനിലും സർക്കാർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് കാണിക്കേണ്ട. അല്ല, ഇവിടെ ഇപ്പോൾ CPM പ്രതിരോധത്തിലായതിനുപരി എതിർചേരിക്ക് വലിയൊരു രാഷ്ട്രീയ ആയുധം കൂടി കൊടുക്കുകയാണ്, പ്രത്യേകിച്ചും സംഘപരിവാറിന്. അവർ ഈ ശബരിമലയെക്കുറിച്ച് അവർ നേരത്തെ ഉന്നയിച്ചൊരു ആക്ഷേപം ഇവിടെ വീണ്ടും ഒരു ഉയർത്തിക്കൊണ്ടുവരികയാണ്. അതായത് ദേവന്റെ മുതൽ ദേവന്റെ വിശ്വാസികൾക്ക് വേണം, അവിശ്വാസികളായ CPMകാർ അവിടെ ഭരിക്കാൻ പാടില്ല. അത് മാത്രമല്ല, അവിടെ ഈ മറ്റ് ഇതര മതസ്ഥരായിട്ടുള്ളവർ ശബരിമലയിൽ വന്നു കൂടുന്നു, അവരെ ഇത് രണ്ടും ഒരേപോലെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ സംഘപരിവാർ സംഘടന. ഇപ്പോൾ അവർക്ക് പറയാൻ കുറച്ചുകൂടി ബലം കിട്ടി. കാര്യം അവിശ്വാസികളായ CPM അവിടെ ദേവസ്വം ഭരിക്കുന്നു, ദേവന്റെ മുതൽ കട്ടുമുടിച്ചു എന്ന ഒരു പ്രചാരം അവർക്ക് വസ്തുനിഷ്ഠമായി ഇപ്പോൾ പറയാനും വരെ. നേരത്തെ ഒരു ആക്ഷേപമായിരുന്നു, ഇപ്പോൾ അത് തെളിവ് സഹിതം അവർക്ക് പറയാനൊരു അവസരം കൂടി കൊടുത്തു വരും. അതിപ്പോൾ ഏത് രീതിയിൽ അതിന് മാറി തീരുമെന്നറിയില്ല. നേരത്തെ വനിതാ പ്രവേശനം, യുവതീ പ്രവേശനം സംബന്ധിച്ചുള്ള പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടി ചേർത്ത് തെളിവ് സഹിതം പറയാനൊരു അവസരം അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതെ, ഏതായാലും നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിക്കുമ്പോൾ ഒരിക്കലും പിണറായി വിജയൻ കരുതിയിരുന്നില്ല ഇത്തരത്തിലൊരു വലിയ വെള്ളടി തന്നെ കാത്തിരിക്കുകയാണ് എന്ന്. ഈ ശബരിമലയിലെ ഈ വിഷയം അതിനുശേഷം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ആ വോട്ട് കൂട്ടാനായിട്ട് ഭൂരിപക്ഷ വോട്ടിന് വേണ്ടി പിണറായി ശ്രമിച്ചപ്പോൾ ഈ തദ്ദേശ ഇലക്ഷന് മുമ്പ് തന്നെ നല്ല ഒന്നാന്തരം ബൂമറങ്ങ് പണിയാണ് ഇപ്പോൾ. അതായത് അയ്യപ്പനെ വെച്ച് മുതലെടുക്കാൻ ആരൊക്കെ നോക്കിയിട്ടുണ്ടോ അവരുദ്ദേശിച്ചതിൻ്റെ നേരെ കടകവിരുദ്ധമായി ഉടനെ തന്നെ മറുപടി കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഏതായാലും സർക്കാർ വൻ പ്രതിരോധത്തിലേക്കാണ് ഇത് പോയിരിക്കുന്നത്. എങ്ങനെ ഇതിനെ നേരിടുമെന്ന് ചോദിച്ചാൽ ചില ബലിയാടുകളെ കൊടുത്തായിരുന്നാലും CPM അവരുടെ മുഖം വൃത്തിയാക്കാനായി തങ്ങൾ ഇപ്പോഴും നിഷ്പക്ഷമായി നിൽക്കുന്നു എന്ന് കാണിക്കാൻ തദ്ദേശ ഇലക്ഷനിൽ ജയിച്ച് കാട്ടേണ്ടത് പിണറായിയുടെ ആവശ്യം കൂടെയാണ്. കാര്യം പിണറായിയാണ് ഇനിയിപ്പോൾ പിന്നെ ഇടതുമുന്നണിയെ നയിക്കാൻ പോകുന്നത്. അദ്ദേഹത്തിനെ വെച്ചുകൊണ്ടാണ് ഇനി ഒരു ഇലക്ഷൻ നേരിടാൻ പോകുന്നത്. അത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ മറ്റൊരു തന്ത്രമാണ്. അപ്പോൾ അതുകൊണ്ട് പിണറായിക്ക് മുഖം രക്ഷിക്കേണ്ട ആവശ്യമാണ്. അത് പത്മകുമാറല്ല, വാസവനല്ല, കടകംപള്ളി സുരേന്ദ്രനല്ല, ആരെ ആയിരുന്നാലും ബലി കൊടുക്കാൻ ചിലപ്പോൾ തീരുമാനിക്കും. ഏതായാലും പ്രതിരോധം എന്ന് പറയുന്നത് നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിനം പ്രതി ആ ബോർഡംഗങ്ങളായിരുന്നവർ ആരൊക്കെയാണോ അവർക്കെതിരെയുള്ള തട്ടിപ്പിൻ്റെ അല്ലെങ്കിൽ ശബരിമല വൻ തട്ടിപ്പിൻ്റെ കേന്ദ്രമാണെന്നുള്ള ഞെട്ടിക്കുന്ന രഹസ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.